ഹോങ്കോങ്ങിലെ അപ്പാർട്ട്മെന്റുകളിലുണ്ടായ തീപിടുത്തത്തിൽ 50ഓളം പേർ മരിച്ചതായി വിവരം. 279 പേരെ കാണാതായെന്ന് റിപ്പോർട്ടുകളുണ്ട്. വാങ് ഫുക് കോർട്ടിലെ 8 കെട്ടിടങ്ങളിലാണ് തീപിടുത്തമുണ്ടായത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു അഗ്നിശമന സേന ഉദ്യോഗസ്ഥനും മരിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വൻ അഗ്നിബാധ ഉണ്ടാവാൻ ഉണ്ടായ കാരണം എന്താണ്? മരണസംഖ്യ ഉയരുന്നുണ്ടോ? എങ്ങനെയാണ് വിവരങ്ങൾ? ശ്രുതി, ഔദ്യോഗികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 44 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ 50-ലേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അഗ്നിബാധയിൽ വെന്തു മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം കുറെ കൂടി സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ 8ഓളം കെട്ടിടങ്ങളുള്ള ഈ കെട്ടിടങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നിർമ്മിക്കപ്പെട്ട, അതായത് മുള കൊണ്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തീപിടിക്കുന്ന നിർമ്മാണ സാമഗ്രികൾ കൊണ്ടും നിർമ്മിച്ച കെട്ടിടങ്ങളായിരുന്നു. ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിന്റെ ആ ഒരു അപാകത ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അതിശക്തമായി തീ പടർന്നു പിടിച്ച ഒരു സാഹചര്യത്തിൽ വൻതോതിൽ 8ഓളം അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങുകളിൽ ഉള്ളതിൽ 7ഓളം കെട്ടിടങ്ങൾ വൻ അഗ്നിബാധയ്ക്കിരയാവുകയായിരുന്നു. 4ഓളം കെട്ടിടങ്ങളിലെ തീ കെടുത്താനായിട്ടുണ്ട് എങ്കിൽ കൂടി ഇപ്പോഴും പലയിടങ്ങളിലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ കെട്ടിട നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വൻതോതിലാണ് ഈ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. 44 പേരുടെ മരണത്തിൽ തന്നെ കലാശിച്ചിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണ് തുറക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ അഗ്നിബാധയുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് ഈ അഗ്നിബാധയ്ക്ക് വഴിവെച്ചത് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം അല്ലെങ്കിൽ അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പെട്ടെന്നുണ്ടായ ഒരു അഗ്നിബാധയുടെ സാഹചര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാമെന്ന സൂചനകൾ വരുന്നുണ്ടെങ്കിലും അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്.